ഹായ് ഓൾ, വെൽക്കം ടു വിനു സിന്ധിലേണി ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ എല്ലാ വീടുകളിലും സംസാരിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ട് മിക്ക ദിവസങ്ങളും നമ്മൾ പറയുന്ന സെന്റൻസുകളാണ് കേട്ടോ. ഇപ്പോ എന്റെ ഫോൺ കണ്ടോ, അപ്പൊ ചോദിക്കല്ലേ സ്വാഭാവികമായിട്ട് എവിടെ വെച്ചിരുന്നേ, വെച്ചിട്ട് തന്നെ നോക്ക് എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ഇങ്ങനെ നമ്മൾ നോർമലായിട്ട് സംസാരിക്കുന്ന കുറച്ച് സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, അത് തന്നെ എന്റെ ഫോൺ കണ്ടോ എല്ലാവരും ചോദിക്കുന്നതാണല്ലേ. ഫോണോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ പേഴ്സ് കണ്ടോ, പെൻ കണ്ടോ, എന്ത് വേണമെങ്കിലും ചോദിക്കാം അല്ലെ. കൂടുതലായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു വേർഡാണിത്, ഫോൺ അല്ലെ. അപ്പൊ എന്റെ ഫോൺ കണ്ടോ എന്നെങ്ങനെ ഒരാളോട് ചോദിക്കുക? മെരാ ഫോൺ ദേക്കാ, മെരാ ഫോൺ ദേക്കാ. ഇത്രേ ഉള്ളൂ. അവിടെ ക്യാ ഉണ്ട്, മുന്നിലോ പിന്നിലോ ഒക്കെ ആയിട്ട് ക്യാ വെക്കാം കേട്ടോ. ഓക്കെ, ക്യാ മെരാ ഫോൺ ദേക്കാ, എന്റെ ഫോൺ കണ്ടോ എന്നാ ചോദിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ അതിന്റെ കൂടെ നീ എന്റെ ഫോൺ കണ്ടോ എന്നാണെങ്കിൽ തുമ്നെ അത് ആഡ് ചെയ്യണം, അത്രേ ഉള്ളൂ കേട്ടോ. തുമ്നെ മെരാ ഫോൺ ദേക്കാ, നീ എന്റെ ഫോൺ കണ്ടോ. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കും അല്ലെ, എവിടെ വെച്ചിരുന്നത്, എവിടെയാണ് വെച്ചിരുന്നത് എന്ന് ചോദിക്കാനായിട്ട്. കഹാ രക്കാത്ത, കഹാ രക്കാത്ത, എവിടെയാണ് വെച്ചിരുന്നത്. ആ തായാണ് കേട്ടോ, കഴിഞ്ഞു പോയ പാസ്റ്റിൽ പറയുന്ന ഒരു വേർഡാണ് കേട്ടോ അത്. ത ആയിരുന്നു എന്ന് പറയാനായിട്ട്. ഓക്കെ, അപ്പൊ എവിടെ, കഹാം, കഹാ രക്കാത്ത, എവിടെയാണ് വെച്ചിരുന്നത് എന്ന് ചോദിക്കുക. അതല്ലെങ്കിൽ പറയും വെച്ചിരുന്നിടത്ത് തന്നെ നോക്ക്, വെച്ചിരുന്നോടത്ത് തന്നെ നോക്ക്, അല്ലെങ്കിൽ വെച്ചോടത്ത് തന്നെ നോക്ക് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അതെങ്ങനെ പറയാ? കഹാ രക്കാത്ത വഹാ ദേക്കോ, കഹാ രക്കാത്ത വഹാ ദേക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ വെച്ചിരുന്നത്. കഹാം രക്കാത്ത, അവിടെ കഹാം എന്ന് പറയണ്ട, കഹാ രക്കാത്ത. ആ ചുണ്ടങ്ങനെ കൂട്ടിമുട്ടില്ല കേട്ടോ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത്. എഴുതുമ്പോ കഹാം എന്ന് എഴുതും. അതുപോലെ വഹാൻ ദേക്കോ, വഹാം എന്നുള്ളതാണ്, പക്ഷെ നമ്മൾ പറയുമ്പോ വഹാൻ ദേക്കോ, അവിടെ നോക്കൂ. ഓക്കെ, ഇനി അവിടെ തന്നെ നോക്കൂ എന്ന് പറയാനായിട്ടോ ഇവിടെ ഒരു തന്നെ എന്നുള്ളൊരു പ്രയോഗം വന്നു അല്ലെ. വഹാഹി ദേക്കോ, വഹാ ഹി എന്നുള്ളതാണ് കേട്ടോ. വഹാഹി ദേക്കോ, അവിടെ തന്നെ നോക്കൂ എന്ന് പറയുന്ന. ഓക്കെ, അപ്പൊ പറയാം അല്ലെ, ഞാൻ ഈ മേശയിലാണ് വെച്ചിരുന്നത്, ഞാൻ ഈ മേശമേലാണ് വെച്ചിരുന്നത് എന്ന് പറയുമ്പോ മേനെ ഇസ് മേജ് പർ രക്കാത്ത. മേജുമേം അല്ലെങ്കിൽ മേജ് പർ രണ്ടും കുട്ടി ഗ്രാമറാണ്. മേ പർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൽ മുകളിൽ എന്നുള്ള അർത്ഥമാണ് വരുന്നത് കേട്ടോ. അവിടെ മേശമേൽ എന്ന് പറയാം, അല്ലെങ്കിൽ മേശ മുകളിൽ എന്നൊക്കെ പറയാം. ഓക്കെ, മേനെ ഇസ് മേജ് പർ രക്കാത്ത, ഞാൻ ഈ മേശമേ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമല്ലേ, സഹായിക്കാൻ ആരാണോ, വൈഫാണോ അല്ല അമ്മയാണോ ആരാണെങ്കിലും നോക്കി കണ്ടുപിടിച്ച് തരും അല്ലെ. അപ്പൊ പറയാണ് ദേ ഇരിക്കുന്നു, നോക്ക് ദേ ഇരിക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ. അല്ലെങ്കിൽ നോക്ക് ദേ ഇവിടെ ഉണ്ട് എന്ന് പറയാം അല്ലെ. ദേക്കോ യഹാ ഹെ, ദേക്കോ യഹാ ഹെ, നോക്ക് ഇവിടെ ഉണ്ട്. ദേക്കോ യഹാ ഹെ എന്നുള്ളതാണ്. ഇനി മറ്റൊരു സിറ്റുവേഷനിൽ നമ്മൾ ചോദിക്കുന്നതാണല്ലേ, നീ എപ്പോഴാ പോകുന്നേ, നീ എപ്പോഴാണ് പോകുന്നത് എങ്ങനെ ചോദിക്കുക? തും കബ് ജാവോഗെ, തും കബ് ജാവോഗെ, നീ എപ്പോഴാ പോകുന്നേ, തും കബ് ജാവോഗെ എന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, തും കബ് ജാവോഗെ. അപ്പൊ ആള് പറയാണ് ഞാനിപ്പോ പോകും എന്നെങ്ങനെയാ? സിമ്പിളായിട്ട് മേ അഭി ജാവുങ്ക, മേ അഭി ജാവുങ്ക, മേ അഭി ജാവുങ്ക. ഇനി വൈകുന്നേരം ആണെങ്കിൽ ഷാംകോ ജാവുങ്ക, രാത്രിയാണെന്നുണ്ടെങ്കിൽ രാത്കോ ജാവുങ്ക. അങ്ങനെ പറയാട്ടോ, വളരെ സിമ്പിൾ ആയിട്ടാണ്. പുരുഷനാണെങ്കിൽ ഊങ്ക സൗണ്ടാണ് ജാവുങ്ക, സ്ത്രീയാണ് പറയണെങ്കിൽ മേ അഭി ജാവുങ്കി, ഞാൻ ഇപ്പോൾ പോകും എന്ന് പറയുന്ന ജാവുങ്കി, ഈ സൗണ്ടാണ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോ എപ്പോഴെന്ന് നമ്മളിപ്പോ പറഞ്ഞു അല്ലെ. എപ്പോഴെന്ന് പറയാനായിട്ട് കബ്, എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കാനാണെങ്കിൽ അവിടെ എവിടെയെന്ന് പറയാനായിട്ട് കഹ, നമ്മളിപ്പോ ചോദിച്ചു അല്ലെ, എവിടെയാണ് വെച്ചിരുന്നത്, കഹ രക്കാത എന്ന് ചോദിച്ചു. അതുപോലെ എവിടേക്കാണ് പോകുന്നത്, കഹാ ജാ രഹേ ഹോ, തും കഹാം ജാ രഹേ ഹോ, നീ എവിടേക്കാണ് പോകുന്നത്, തും കഹാം ജാ രഹേ ഹോ എന്നുള്ളതാണ്. നമുക്ക് ഷോർട്ട് ചെയ്ത് തും കഹാം ജാ രേ, തും കഹാം ജാ രേ, നീ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ എവിടേക്കാണ് പോകുന്നത് അത് പറയാ. മേ ആ സ്ഥലത്തിന്റെ പേര് പറയുന്നു, അവിടേക്കാണ് പോകുന്നത്. വഹാൻ ജാറാം, ഞാൻ അവിടേക്കാണ് പോകുന്നത്. മേ വഹാ ജാറാം, ഞാൻ അവിടേക്കാണ് പോകുന്നത്. ഇനിയിപ്പോ ഒരു ചോദ്യം ചോദിക്കാം അല്ലെ, നീ എപ്പോ തിരിച്ചു വരും, എപ്പോൾ തിരിച്ചു വരും? കബ് വാപ്പസ് ആവോഗെ, ജാവോഗെ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ. കബ് ജാവോഗെ, തും കബ് ജാവോഗെ എന്ന് വെച്ചപ്പോ നീ എപ്പോ പോകും എന്നുള്ളതാണ്. ഇവിടെ ആവോഗെ, കബ് ആവോഗെ, എപ്പോൾ വരും. കബ് വാപ്പസ് ആവോഗെ, എപ്പോൾ തിരിച്ചു വരും. വാപ്പസ് എന്ന് പറയുന്നതാണ് ഈ തിരിച്ച് എന്നുള്ള അർത്ഥം കേട്ടോ. തിരിച്ച്, തിരിച്ചു തരൂ എന്നൊക്കെ പറയുമ്പോ വാപ്പസ് ദേദോ എന്നാ പറയുന്നത്. ഓക്കെ, ഇവിടെ കബ് വാപ്പസ് ആവോഗെ, ഇവിടെ അങ്ങനെ പറയാം അല്ലെ. ഞാൻ വൈകുന്നേരം വരും. ശ്യാംകോ, ശ്യാംകോ ആവുങ്ക, ശ്യാംകോ
ആവുമെങ്കി. ഇനി മറ്റൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മയൊക്കെ കുറേ നമ്മളെ വിളിക്കും അല്ലെ. വിളിക്കുമ്പോ കുഞ്ഞുമക്കളൊക്കെ ആണെങ്കിൽ ഒരുപാട് വിളിച്ചാലും ചിലപ്പോൾ വിളിയേട്ടെന്ന് വരില്ല, ചിലപ്പോൾ വിളിച്ചെടുത്തേക്ക് വന്നെന്നിരിക്കത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചോദിക്കുക, അമ്മമാരെന്താ ചോദിക്കുക? നീ അവിടെ എന്ത് ചെയ്യാ, നീ അവിടെ എന്ത് ചെയ്യുകയാണ് എന്നെങ്ങനെ ചോദിക്കണ്ടേ? തും വഹാ ക്യാ കർ രഹേ ഹോ, തും വഹാ ക്യാ കർ രഹേ, ക്യാ കർ രഹേ അതിന് ചുരുക്കിയതാട്ടോ. തും വഹാ ക്യാ കർ രഹേ ഹോ എന്നുള്ളതാണ് ആ ഫുൾ ഫോം. ഓക്കെ, അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോ എന്താണ്, പലതും കട്ട് ചെയ്ത് സിമ്പിൾ ആയിട്ട് പറയുന്നതാണ് കേട്ടോ. തും വഹാ ക്യാ കർ രഹേ, നീ അവിടെ എന്ത് ചെയ്യുകയാണ്. തും വഹാ ക്യാ കർ രഹേ, എന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, അല്ലെങ്കിൽ എത്ര നേരം വിളിച്ചു എന്നൊക്കെ നമ്മൾ മാറ്റി മറിച്ചൊക്കെ പറയും അല്ലെ. അതെങ്ങനെയാ പറയാ? കിത്തനി ബാർ മേനെ ബുലായ, കിത്തനി ബാർ, കിത്തനി ബാർ മേനെ ബുലായ, എത്ര പ്രാവശ്യം. ബാർ എന്നുള്ളതാണ് അവിടെ പ്രാവശ്യം എന്നുള്ളത് കേട്ടോ. കിത്തനി ബാർ, എത്ര പ്രാവശ്യം എന്ന് ചോദിക്കാൻ. അതല്ലെന്നുണ്ടെങ്കിൽ കിത്തനി ദേർ, എത്ര നേരം, എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുക. മേനെ കിത്തനി ദേർ ബുലായ, ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുകയാണ് എന്ന് പറയുന്ന. എന്നിട്ട് എന്താ പറയാ? ഇവിടെ വാ, ഇവിടെ വാ എന്ന് പറയാൻ. ഇതറാ, ഇതർ ആവോ എന്നുള്ളതാണ്. നമ്മൾ മക്കളോടൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ പറയട്ടെ, ഇച്ചിരി റെസ്പെക്ട് കുറഞ്ഞു പോകും. ദേഷ്യത്തിലൊക്കെ ആണല്ലോ നമ്മൾ വിളിക്കുന്നത് ആ സമയത്ത്. അപ്പൊ ഇതറാ എന്ന് പറഞ്ഞാൽ ഇവിടെ വരൂ. അതല്ലെന്നുണ്ടെങ്കിൽ യഹ, ഇതറിന് പകരം യഹ എന്ന് പറയാം കേട്ടോ. നമുക്ക് എളുപ്പം ഏതാണോ അത് യൂസ് ചെയ്യാം. ഇതറാ, ഇവിടെ വരൂ എന്ന് പറയുന്ന. അപ്പൊ വന്നിട്ട് സ്വാഭാവികമായിട്ട് മക്കൾ ചോദിക്കൂല്ലേ, എന്താ, എന്താ, ക്യാ ഹെ, ക്യാ ഹെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്നാണ്. അതല്ല ഇപ്പൊ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് അയ്യോ എന്ത് പറ്റി എന്നാണ് ചോദിക്കണേങ്കിൽ കേട്ടോ. എന്ത് പറ്റി എന്നാണെങ്കിൽ ക്യാ ഹുവ, ക്യാ ഹുവ എന്ത് പറ്റി എന്നുള്ളതാണ്. ആ സെന്റൻസിന്റെ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാൻ കേട്ടോ. ക്യാ ഹെ എന്ന് വെച്ചാൽ എന്താണ്, എന്താണ് എന്നെ വിളിച്ചത്. ക്യൂ മുജെ ബുലായ, എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് ചോദിക്കാൻ. മുജെ ക്യൂ ബുലായ, മുജെ ക്യൂ ബുലായ, എന്നെ എന്തിനാണ് വിളിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എന്താണ്, ക്യാ ഹെ എന്താണ്, അതുപോലെ എന്താണ് ക്യാ ഹുവ എന്തു പറ്റി എന്ന് ചോദിക്കാൻ. 2-3 സെന്റൻസുകൾ മനസ്സിലായില്ലേ? ഇതുപോലെ നമ്മൾ നോക്കുമ്പോഴാണ് എല്ലാ സെന്റൻസുകളും ഒന്ന് കവർ ചെയ്ത് പോകാട്ടോ. കാരണം ആ സമയത്ത് നമ്മുടെ വായിൽ എന്താണ് വരുന്നതെന്ന് അറിയില്ല. ചില ആളുകൾ പറയും എത്ര നേരമായി ഞാൻ വിളിക്കുന്നത്, അല്ലെങ്കിൽ എത്ര വട്ടമായി ഞാൻ വിളിക്കുന്നത്, എത്ര പ്രാവശ്യമായി ഞാൻ വിളിക്കുന്നത്, ഇങ്ങനെയൊക്കെ മാറി മറിഞ്ഞൊക്കെ സംസാരിക്കുമല്ലോ. അപ്പൊ അതിനും ഓരോ വാക്കുകൾ നമ്മൾ മാറ്റി പറയണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു പോവാ. കാരണം നമ്മൾ നോർമലായിട്ട് എല്ലാവരും സംസാരിക്കുന്ന കുറെ സെന്റൻസുകളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ക്യാ ഹേ നമ്മളോട് വന്ന് ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ പലരും ചോദിക്കുന്നതാണല്ലേ അമ്മമാര്, ഇതെന്താ ഇവിടെ, എന്താ അവിടെ കൊണ്ടുവയ്ക്കി, അല്ലെങ്കിൽ ആ മുറിയിൽ കൊണ്ടുവയ്ക്കി എന്നൊക്കെ പറയത്തില്ല. എന്തെങ്കിലും മക്കളോ ആരായിക്കോട്ടെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വെച്ചുകൊടുത്ത് വെക്കാത്തൊരു കാര്യമുണ്ട് അല്ലെ. അപ്പൊ ഇതെന്താണ് ഇവിടെ എന്ന് ചോദിക്കാൻ. ഏ ക്യോ യഹാ ഹേ, ഇതെന്താണ് ഇവിടെ. ഏ ക്യോ യഹാ ഹേ അല്ലെങ്കിൽ ഇതറേ, ഇതെന്താ ഇവിടെ. പിന്നെന്താ പറയാ, നമ്മള് അടുത്ത മുറിയിൽ കൊണ്ടുവയ്ക്കി, അല്ലെങ്കിൽ ഇത് എടുത്ത് അവിടെ കൊണ്ടുവയ്ക്കി എന്ന് പറയും അല്ലെ. ഇസലേക്കർ വഹാറക്കോ, ഇസലേക്കർ വഹാറക്കോ, ഇതെടുത്ത് അവിടെ വെക്കും. ഇസലേക്കർ വഹാറക്കോ, ഇവിടെ ഇസെ അല്ലെങ്കിൽ എ എന്ന് പറയാം കേട്ടോ. അത് തെറ്റൊന്നുമല്ല, ചെറിയ ഗ്രാമറുകൾ അത്രേ ഉള്ളൂ കേട്ടോ. ഇതിനെ എടുത്ത് അവിടെ വെക്കൂ എന്ന് പറയുന്നതാ. ഇസലേക്കർ ഉസ് കമരേമേ രക്കോ, ആ മുറിയിൽ വെക്കൂ. ഉസ് കമരേമേ രക്കോ എന്ന് പറയുമ്പോ ആ മുറിയിൽ വെക്കും. വഹാരക്കോ എന്ന് പറയുമ്പോ അവിടെ വെക്കും. ഇസലേക്കർ വഹാരക്കോ, ഇതെടുത്ത് അവിടെ കൊണ്ട് വെക്കി എന്ന് പറയുന്നതാ. ഓക്കെ, അതൊരിക്കലും നമ്മളെ അമ്മമാര് പറയും അല്ലെ, ഇത് എവിടുന്നാണ് എടുത്ത് അവിടെ തന്നെ കൊണ്ട് വെക്കാൻ പറയും അല്ലെ. ഇത് എവിടെ നിന്നുമാണ് എടുത്തത് അവിടെ കൊണ്ട് വെക്കി. എങ്ങനെയാ പറയണ്ടേ? ഏ കഹാസലിയ, ഏ കഹാസലിയ വഹാരക്കോ, ഇത് എവിടെ നിന്നുമാണ് എടുത്തത് അവിടെ വെക്കൂ. ഏ കഹാസലിയ വഹാരക്കോ. ഇനി അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്, അടിച്ചു വരുന്ന സമയത്ത് ആരെങ്കിലും നടക്കുന്ന സമയത്ത് നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല അല്ലെ. ആ മണ്ണ് ചവിട്ടി അങ്ങോട്ട് പോവുക അല്ലെങ്കിൽ ഇങ്ങോട്ട് പോവുക. അതുപോലെ തന്നെ തുടയ്ക്കുന്ന സമയത്താണെങ്കിലും ചെളിയൊക്കെ ചവിട്ടി വരുമ്പോ നമ്മൾ എന്താ പറയാ, അവിടെ ഇരിക്കി, ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയും അല്ലെ. ഇപ്പൊ കുട്ടികളോടാണെങ്കിൽ നമ്മൾ പറയും അല്ലെ, ഇതിൽ ചവിട്ടരുത്, ഇതിൽ ചവിട്ടരുത്. എന്താണ്, അടിച്ചു വാരി മണ്ണ് കൂട്ടുന്ന ആ ഒരു ഇതിൽ പറയും നമ്മൾ, ഇതിൽ ചവിട്ടരുത്, അവിടെ ഇരിക്കി എന്നൊക്കെ പറയതില്ലേ. അപ്പൊ 2-3 സെന്റൻസ് പറയാനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയാണ് മക്കളോട് ഇതിൽ ചവിട്ടരുത് എന്ന് പറയാൻ, ഇസ്മേ പേർ മത്ത് രക്കോ, ഇസ്മേ പേർ മത്ത് രക്കോ എന്ന് പറഞ്ഞാൽ മതി. പേർ മത്ത് രക്കോ, പേർ എന്ന് പറയുന്നത് കാല്,
മത്ത് എന്ന് പറഞ്ഞാൽ അരുത്, രക്ന എന്ന് പറഞ്ഞാൽ വെക്കുക. ഇവിടെ മത്ത് രക്കോ എന്നാ പറയുന്നത്. രക്കോ എന്ന് പറഞ്ഞാൽ വെക്കൂ എന്നാണ്, മത്ത് രക്കോ എന്ന് പറഞ്ഞാൽ വെക്കരുത്. അപ്പൊ പേർ മത്ത് രക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? കാല് വെക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ്, ചവിട്ടരുത് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, പേർ മത്ത് രക്കോ. ഇനി അതുപോലെ തന്നെ ഇപ്പൊ ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികളെല്ലാം ഇങ്ങനെ പിടിച്ചൊക്കെ നോക്കുമല്ലോ. അപ്പൊ നമ്മൾ പറയും അല്ലെ, കൈ തൊടരുത് തൊടരുത് എന്ന് പറയും. അവിടെ എങ്ങനെയാ പറയാ? ചൂനാമത്ത് എന്നാ പറയാ കേട്ടോ. ചൂനാമത്ത് എന്ന് പറഞ്ഞാൽ തൊടരുത് എന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ പറയും ഹാത്ത് മത്ത് ലഗാവോ. ഹാത്ത് മത്ത് ലഗാവോ എന്ന് പറയുന്നത് എന്താണ്? കൈ വെക്കരുത്. ഇവിടെ നമ്മൾ പേർമത്ത് രക്കോ എന്ന് പറഞ്ഞു, അതുപോലെ ഹാത്ത് മത്ത് ലഗാവോ എന്ന് പറയാം കേട്ടോ. അവർ ഉദ്ദേശിക്കുന്നത് കൈ ഇടരുത് അല്ലെങ്കിൽ തൊടരുത് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. മനസ്സിലാവുന്നല്ലോ? ഇങ്ങനെയുള്ള കുട്ടി കുട്ടി സെന്റൻസുകൾ നിങ്ങൾ കേൾക്കൂട്ടോ. അപ്പൊ ഇതെല്ലാം ഹിന്ദിക്കാരുടെ പല ശൈലിയിൽ പല രീതിയിൽ അവർ സംസാരിക്കുന്നതാ. അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം അല്ലെ, അതുകൊണ്ട് പറഞ്ഞാണ്. ഇനിയിപ്പോ നമ്മൾ തുടച്ചോണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ എന്താ പറയാ? ഇവിടെ അഴുക്കാക്കരുത്, അഴുക്കാക്കരുത് എന്ന് പറയും. എങ്ങനെയാ പറയണേ? യഹാ ഗന്ധാ മത് കരോ. യഹാ എന്ന് പറഞ്ഞാൽ ഇവിടെ, ഗന്ധ എന്ന് പറയുന്നതാണ് അഴുക്ക്. ഗന്ധ മത് കരോ, അഴുക്കാക്കരുത് എന്ന് പറയുന്ന ഗന്ധ മത് കരോ. പിന്നെന്താ പറയാ നമ്മള്? അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കേ, ഇത് കഴിഞ്ഞിട്ട് പോകാം എന്ന് പറയത്തില്ല. ഇത്രേ ഉള്ളൂ. തുടച്ചോണ്ടിരിക്കുന്ന സമയത്ത് കുട്ടി ഓടി വരുമ്പോ പറയല്ലേ, ഇവിടെ അഴുക്കാക്കരുത്, അവിടെ ഇരിക്കും, ഇത് കഴിഞ്ഞിട്ട് പോകാം. ഇതൊക്കെ നമ്മൾ ഒറ്റ സ്പീഡിൽ പറയുന്ന കാര്യങ്ങളാ. ഞാനിങ്ങനെ കട്ട് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയുന്നില്ല. എന്നാൽ പോലും നമുക്ക് തന്നെ കണക്ട് ചെയ്ത് പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് പറയുന്നത് കേട്ടോ. ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞേ? അവിടെ ഇരിക്കേ, വഹാം ബൈട്ടോ, ഇത് കഴിഞ്ഞിട്ട് പോവാം, ഇസ്കെ ബാദ് ജായെങ്കെ. വഹാം ബൈട്ടോ ഇസ്കെ ബാദ് ജായെങ്കെ. അപ്പൊ അത്ര സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കിയേ. യഹാം ഗന്ധാ മത് കരോ, വഹാം ബൈട്ടോ ഇസ്കെ ബാദ് ജായെങ്കെ. ഇത്രേ ഉള്ളൂ. ആ ഒരു വലിയ സെന്റൻസാ പറഞ്ഞത് കേട്ടോ. യഹാം ഗന്ധാ മത് കരോ, വഹാം ബൈട്ടോ ഇസ്കെ ബാദ് ജായെങ്കെ. ഓക്കെ. പിന്നെ കഴിയുമ്പോ എന്താ പറയാ? ഇപ്പൊ പൊക്കോ എന്ന് പറയും. ഇപ്പൊ പൊക്കോ എങ്ങനെയാ പറയണ്ടേ? അബി ജാവോ, അബി ജാവോ, അബി ജാവോ. പിന്നെ പറയല്ലേ, നനഞ്ഞിറക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ പറയാ? പതുക്കെ പോ അല്ലെങ്കിൽ വഴുക്കി വീഴും എന്ന് പറയത്തില്ല. പതുക്കെ പോ അല്ലെങ്കിൽ ശ്രദ്ധിച്ചു പോ എന്നൊക്കെ പറയാം. ധ്യാൻസെ ജാവോ എന്ന് പറഞ്ഞ എന്താണ്? ശ്രദ്ധിച്ചു പോകും. ധ്യാൻസെ എന്നുള്ളതാ, ശ്രദ്ധിച്ചു ചെയ്യണം. ധ്യാൻസെ കർണാഹെ, ശ്രദ്ധിച്ചു ചെയ്യണം, ശ്രദ്ധിച്ചു പോകണം. ധ്യാൻസെ ജാനാഹെ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് സെന്റൻസിൽ വരാ. ഇവിടെ നമ്മൾ മക്കളോട് പറയാണ് ശ്രദ്ധിച്ചു പോ, ധ്യാൻസെ ജാവോ. അല്ലെന്നുണ്ടെങ്കിൽ പതുക്കെ പോ, ധീരെ ജാവോ, ധീരെ പതുക്കെ കേട്ടോ, ധീരെ ജാവോ, പതുക്കെ പോ. അല്ലെങ്കിൽ എന്താ? നഹി ഹേത്തോ, അല്ലെങ്കിൽ എന്ന് പറയുന്ന കേട്ടോ. നഹി ഹേത്തോ ഫിസൽക്കർ ഗിർജാവോഗെ, ഫിസൽക്കർ ഗിർജാവോഗെ. ഇവിടെ ഞാനൊരു ഷോർട്ട് ചെയ്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഫിസൽന എന്ന് പറയുന്നത് വഴുക്കുക കേട്ടോ, തെന്നുക എന്ന് പറയുന്നതാണ്. അവിടെ ഗിർന എന്ന് പറഞ്ഞാലോ വീഴുക. അപ്പൊ ഫിസൽക്കർ ഗിർജാവോഗെ എന്ന് പറഞ്ഞാൽ തെന്നി വീഴും എന്ന് പറയുന്ന. ധ്യാൻസെ ജാവോ നഹേത്തോ ഫിസൽക്കർ ഗിർജാവോഗെ, ശ്രദ്ധിച്ചു പോ അല്ലെന്നുണ്ടെങ്കിൽ വഴുക്കി വീഴും. ഈ സെന്റൻസ് നമ്മൾ പറയുന്നതല്ലേ. ഓക്കെ. ഇനി അതുപോലെ ഈ ഒരു സിറ്റുവേഷനോട് അനുബന്ധിച്ച് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തുടയ്ക്കുന്ന സമയത്തൊക്കെ പൈപ്പ് ഒക്കെ ഓൺ ചെയ്യും അല്ലെ, ബാത്റൂമിൽ ബക്കറ്റൊക്കെ നിറയ്ക്കാനായിട്ട്, തുടയ്ക്കാൻ വെള്ളം എടുക്കാനായിട്ട് നമ്മൾ ചിലപ്പോൾ ഓൺ ചെയ്തിടാറുണ്ട്. അപ്പൊ മക്കളോട് ചോദിക്കുകയാണ്, ബക്കറ്റ് നിറഞ്ഞോ എന്ന് ചോദിക്കാൻ. ബക്കറ്റ് നിറഞ്ഞോ, ഇവിടെ രണ്ട് വേർഡ് കിട്ടും, അതുകൊണ്ടാണ് ഈ സെന്റൻസ് പറയുന്നത്. ബക്കറ്റിനെ പറയുന്നത് ബാൾട്ടി എന്നാണ്, ബാൾട്ടി. നിറയുക എന്ന് പറയുന്നത് ഭർണ എന്നാണ്. അപ്പൊ ബക്കറ്റ് നിറഞ്ഞോ, ക്യാ ബാൾട്ടി ഭർ ഗയി, ക്യാ ബാൾട്ടി ഭർ ഗയി എന്നാണ് ചോദിക്കുക കേട്ടോ. അവിടെ ക്യാ ചോദിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ബാൾട്ടി ഭർ ഗയി, ബാൾട്ടി എന്ന് പറയുന്നത് ബക്കറ്റും അതുപോലെ ഭർണ എന്ന് പറഞ്ഞ നിറയുക. ഓക്കെ, നിറയുക അല്ലെങ്കിൽ നിറയ്ക്കുക, രണ്ടർത്ഥത്തിൽ ഈ ഭർണ വരുന്നുണ്ട് കേട്ടോ. സിറ്റുവേഷൻ പറഞ്ഞുതരാം ഞാൻ, സെന്റൻസ് മാറി പറയുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഈ രണ്ട് വാക്ക് മാത്രം പഠിക്കുക. ബാൾട്ടി എന്ന് പറയുന്നത് ബക്കറ്റും ഭർണ എന്ന് പറഞ്ഞ നിറയുക. അപ്പൊ ഇവിടെ ബാൾട്ടി സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് നമ്മൾ ഈ സൗണ്ട് പ്രയോഗിക്കുന്നത് കേട്ടോ. ക്യാ ബാൾട്ടി ഭർ ഗയി, മനസ്സിലായോ? ബക്കറ്റ് നിറഞ്ഞോ എന്ന് ചോദിക്കുന്ന. അപ്പൊ നിറഞ്ഞെങ്കിൽ എന്ത് പറയും? ഭർ ഗയി, ഭർ ഗയി, ഭർ ഗയി മാ. മാ എന്ന് പറഞ്ഞ അമ്മ അല്ലെ. അപ്പൊ ഭർ ഗയി മാ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഭർ ഗയി എന്ന് പറഞ്ഞ നിറഞ്ഞു എന്ന് പറയുന്ന. അപ്പൊ നമ്മൾ എന്ത് പറയും? നിറഞ്ഞെങ്കിൽ ആ പൈപ്പ് അടയ്ക്കാൻ പറയണം അല്ലെ. നിറഞ്ഞെങ്കിൽ ആ പൈപ്പ് ക്ലോസ് ചെയ്തോളൂ എന്ന് പറയാനായിട്ട്. അവിടെ ടാപ്പിനെ പറയുന്നത് നൽ എന്നാണ് കേട്ടോ. ഹിന്ദിയിൽ ടാപ്പിനെ പറയുന്നത് നൽ. നൽ ബന്ദ് കരോ. ഭർ ഗയി ഹേ തോ എന്ന് പറഞ്ഞാൽ നിറഞ്ഞെങ്കിൽ എന്നുള്ളതാ. തോ എങ്കിൽ എന്നുള്ള വേർഡാണ് അവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഭർ ഗയി ഹേ തോ നൽ ബന്ദ് കരോ, നൽ ബന്ദ് കരോ. ബന്ദ് കർണ എന്ന് പറഞ്ഞാൽ അടയ്ക്കുക. നല് ടാപ്പ്, ടാപ്പ് ബന്ദ് കരോ, സോറി ടാപ്പ് അല്ല, നൽ ബന്ദ് കരോ,
നല്ല അടയ്ക്ക്. ഇനി ഓപ്പൺ ചെയ്യാൻ എങ്ങനെയാ പറയാ? ഖോലോ. ഖോല എന്ന് പറഞ്ഞാൽ തുറക്കുക അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുക. എന്നാൽ ഖോലോ എന്ന് പറഞ്ഞാൽ ടാപ്പ് ഓൺ ചെയ്യും എന്ന് പറയുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ വിടാം. ഇനിയിപ്പൊ അമ്മ നല്ല തിരക്കുള്ള ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ കേട്ടോ, ആ സമയത്ത് ഇപ്പൊ മോനോ ആരും ആയിക്കോട്ടെ പറയാണ്, അമ്മ ചായ ഉണ്ടാക്ക്, 5 മണിയായി എന്ന് പറയുകയാണെങ്കിൽ ചായ ഉണ്ടാക്ക് എങ്ങനെയാ പറയാ? മാ ചായ് ബനാവോ. മാ ചായ് ബനാവോ. ഇവിടെ മാം എന്നാണ് അമ്മ, എല്ലാവർക്കും അറിയാലോ. എഴുതുമ്പോ ആ ഒരു അംക്കി മാത്രമേ ഉണ്ട്, എന്നാൽ പോലും നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോ മാ എന്നേ കേൾക്കത്തുള്ളൂ. ഓക്കെ, മാ ചായ് ബനാവോ, അമ്മ ചായ ഉണ്ടാക്ക് എന്ന് പറയുന്ന. മാ ചായ് ബനാവോ. 5 മണിയായി എങ്ങനെയാണ്? 5 ബജ് ഗയേ. 5 ബജ് ഗയേ, 5 മണിയായി. 4 മണി, 3 മണി ഇതൊക്കെ എങ്ങനെയാ പറയാ? 4 ബജ് ഗയേ, 3 ബജ് ഗയേ. ഇങ്ങനെയാണ് ആ മണികൾ പറയാ കേട്ടോ. ബജേ എന്നാണ് മണി എന്ന് പറയുന്നത്. ഓക്കെ, 1 ബജെ എന്ന് പറഞ്ഞാൽ 1 മണി, 2 ബജെ എന്ന് പറഞ്ഞാൽ 2 മണി, അങ്ങനെയാണ് ഇതിനെ പറയുന്നത് കേട്ടോ. ഇവിടെ എന്താണ്? 5 മണിയായി അല്ലേ, 5 ബജ് ഗയേ എന്നാ പറയുന്നത്. അപ്പൊ അമ്മ പറയാണ്, എന്റെ ജോലി തീർന്നിട്ടില്ല. മേരാ കാം ഖതം നഹി ഹുവാ ഹേ. മേരാ കാം ഖതം നഹി ഹുവാ, എന്റെ ജോലി തീർന്നിട്ടില്ല എന്ന് പറയുന്ന. മേരാ കാം ഖതം നഹി ഹുവാ ഹേ, നീ ഉണ്ടാക്കി കുടിക്ക്. കുറച്ച് വലിയ കുട്ടികളോടൊക്കെയാണ് ഈ പറയും അല്ലെ. ഇവിടെ ഞാൻ മക്കളോടൊക്കെ പറയാറുണ്ട് കേട്ടോ. അവർ തന്നെ ചായ ഉണ്ടാക്കും, മാഗി ഉണ്ടാക്കും, അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട്. തിരക്കാണെങ്കിൽ മക്കളൊന്നും ഉണ്ടാക്കുക എന്ന് പറയാറുണ്ട്. അപ്പൊ അതുപോലെ പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയും? തും ബനാക്കെ പീലോ, തും ബനാക്കെ പീലോ, തും ബനാക്കെ പീലോ, നീ ഉണ്ടാക്കി കുടിക്കേ എന്ന് പറയുന്ന. ഉണ്ടാക്കിയിട്ട് ബനാക്കർ, ആ ബനാക്കറിനെ നമ്മൾ ഷോർട്ട് ചെയ്താണ് ബനാക്കി എന്ന് പറയുന്നത് കേട്ടോ. തും ബനാക്കർ പീലോ. ഇനിയിപ്പോ തിരിച്ചെന്താ മോൻ പറയാ? അമ്മ ഉണ്ടാക്ക് അല്ലെ, അമ്മ ഉണ്ടാക്ക്. മാ ആപ്പ് ബനാക്കിയതോ, ആപ്പ് ബനാക്കിയതോ. അവിടെ ആപ്പ് എന്നുള്ളത് റെസ്പെക്ട് ചെയ്തിട്ടാട്ടോ. അമ്മ ഉണ്ടാക്കി താ എന്ന് പറയുന്നതാ ആപ്പ് ബനാക്കി ദോ അല്ലെങ്കിൽ ദേദോ എന്ന് പറയുന്ന. അപ്പൊ അമ്മ എന്താ പറയാ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ തിരക്കിലാണ്. മെനെ കഹാന, മെനെ കഹാന, ഞാൻ പറഞ്ഞില്ലേ എന്നുള്ളതാട്ടോ. ആ നാ എന്നുള്ളൊരു ചെറിയ വേർഡ് ഉണ്ട് കേട്ടോ അവിടെ, ഒരു ഫ്ലോയ്ക്ക് പറയുന്നതാ. മെനെ കഹാന, ഞാൻ പറഞ്ഞില്ലേ എന്നുള്ളതാട്ടോ. മെനെ കഹാന എന്താണ്? കി മേ വ്യസ്തു ഹും, മേ വ്യസ്തു ഹും, ഞാൻ ബിസിയാണെന്ന് എന്നുള്ളതാ. ഒരു ചെറിയൊരു ഗ്രാമർ ഇടയിൽ വരുന്നുണ്ട്. ഈ 2 സെന്റൻസിനെ കണക്ട് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വഴിയുള്ളൊരു കീ വരുന്നുണ്ട് കേട്ടോ. മെനെ കഹാന കി മേ വ്യസ്തു ഹും. അപ്പൊ ആ കീ ഒന്നും വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ 2 സെന്റൻസ് ഒന്ന് വിട്ടു നിൽക്കുന്നേ ഉള്ളൂ, ഒന്ന് കണക്ട് ചെയ്ത് പറയുന്നതാണ്. ഓക്കെ, മെനെ കഹാന കി മേ വ്യസ്തു ഹും, ഞാൻ പറഞ്ഞില്ലേ ഞാൻ തിരക്കിലാണെന്ന് എന്നുള്ളതാണ്. എന്നിട്ട് അമ്മമാര് ചോദിക്കുന്ന ഒരു സെന്റൻസ് ആണല്ലേ, ഇന്നൊരു ദിവസം എന്താ നിനക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലയോ? ഇന്ന് ഒരു ദിവസം നിനക്കുണ്ടാക്കാൻ സാധിക്കത്തില്ലയോ എന്ന് ചോദിക്കാനായിട്ട് കേട്ടോ. ആജ് ഏക് ദിൻ ക്യാ തും നഹി ബനാ സക്തേ ഹോ. ആജ് ഏക് ദിൻ, ആജ് ഇന്ന്, ഏക് ദിൻ ഒരു ദിവസം, ക്യാ എന്താ, തും നഹി ബനാ സക്തേ ഹോ നിനക്കുണ്ടാക്കാൻ സാധിക്കത്തില്ലയോ. അവിടെ സക്ത എന്ന് പറഞ്ഞാൽ സാധിക്കുക, അറിയാലോ. നഹി സക്ത എന്ന് പറഞ്ഞാൽ സാധിക്കില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ആജ് ഏക് ദിൻ ക്യാ തും നഹി ബനാ സക്തേ ഹോ, ഇന്നൊരു ദിവസം നിനക്കുണ്ടാക്കാൻ സാധിക്കത്തില്ലയോ എന്ന് ചോദിക്കുക അല്ലെ. അപ്പൊ മക്കള് നിർത്തിയില്ലാണ്ട് പറയില്ലേ, മടിയന്മാര് മക്കളാണ് കേട്ടാ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ പറയാൻ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ ചില പിള്ളേർക്ക് മടിയായിരിക്കും കുക്കിങ്, ചില കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, അവരോട് ചെന്ന് കത്തിക്കാൻ കാത്തിരിക്കും ഗ്യാസൊക്കെ. അപ്പൊ അതുപോലെ തന്നെയാണ് മടിയൻ കുട്ടികളാണെങ്കിൽ നമ്മൾ പറയേണ്ടി വരും, എന്ത്, ഇന്നൊരു ദിവസം എനിക്ക് ഉണ്ടാക്കിക്കൂടെ. കുറച്ച് വലിയ പിള്ളേരാണെങ്കിൽ, ചെറിയ പിള്ളേർ നമ്മൾ പറയുന്ന സെന്റൻസ് അല്ല, എന്നാൽ പോലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ശരി, ടീക്കെ അല്ലെ, ടീക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. എങ്ങനെ പറയാ? മേ ബനാലുങ്ക, മേ ബനാലുങ്ക, ഞാൻ ഉണ്ടാക്കാം എന്ന് പറയുന്ന കേട്ടോ. മേ ബനാലുങ്ക. ഇവിടെ ഊങ്ക എന്ന് പറഞ്ഞത് മേ പറഞ്ഞോണ്ടാ. പുരുഷനാണെങ്കിൽ ഊങ്ക സൗണ്ടും, സ്ത്രീ ആണെങ്കിൽ മേ ബനാവുങ്കി, ഞാൻ ഉണ്ടാക്കിക്കോളാം. ഊങ്കി ഈ സൗണ്ടുമാണ് വരിക. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇത്ര മതി. നമ്മുടെ എല്ലാ വീഡിയോകളിൽ പറയുന്ന വെറും സിമ്പിൾ സെന്റൻസുകളാണ് നമ്മൾ നോക്കിയത്. വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള സെന്റൻസുകളോ ഒന്നല്ല നമ്മൾ നോക്കിയത്. എല്ലാവരുടെയും വീട്ടിൽ സംസാരിക്കുന്ന നോർമൽ ആയിട്ടുള്ള കുറെ സെന്റൻസുകൾ, ഇങ്ങനെയുള്ള സെന്റൻസുകളാണ് കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. കാരണം നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെന്റൻസുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും. അതല്ലാതെ ഇപ്പൊ നമുക്ക് വല്ലപ്പോഴും സംസാരിക്കേണ്ട കുറെ സെന്റൻസുകളൊക്കെ നമ്മൾ ഇപ്പോഴേ പഠിച്ചു വെച്ചിട്ട് അതൊന്നും നമുക്ക് പ്രയോഗിക്കാൻ പറ്റാതെ ആകുമ്പോഴാണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാത്തത് അല്ലെ. ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, കമന്റ് ചോദിച്ചാൽ മതി, റിപ്ലൈ തരാം. അപ്പൊ എന്നും പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൽ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ഇപ്പൊ ഒരു 50 days ക്ലാസ് റണ്ണിങ് ആണ് കേട്ടോ. ഒരു സീരീസ് ആണ്, ഓർഡർ വൈസ് സ്റ്റാർട്ടിങ് മുതൽ
എൻഡിങ് വരെ ഓർഡർ ആയിട്ട് ഇപ്പൊ ബേസിക്സ് എല്ലാം പഠിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി പോകാം കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സീരീസ് ആണ്. ഇതിനു മുമ്പ് ഒരു ചെറിയ സീരീസ് കൂടി ചെയ്തിട്ടുണ്ട് 30 days. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണും. അതിൽ 59 rupees സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് മുതൽ ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഫോളോ ചെയ്യുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ ഫോളോ ചെയ്യണം കേട്ടോ. അല്ലാതെ നമ്മൾ ഇന്നിടുന്ന വീഡിയോ അതല്ല ഫോളോ ചെയ്യേണ്ടത്, ഒന്നാമത്തെ ക്ലാസ് വഴി ഫോളോ ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് ഓരോന്നും മനസ്സിലായി വരാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. മറ്റുള്ളവരേക്ക് ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. കഴിയുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ കാണാം. ബൈ.